ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ഇവിടെ നിങ്ങൾക്ക് കാണിക്കാൻ പോകുന്നത് നമ്മുടെ വീട്ടിൽ ഒരുക്കുന്ന പേൾ ഗ്രാസ് പുല്ലൊക്കെ സെറ്റ് ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഒരു മഞ്ഞപ്പ് വരുത്തുന്നുണ്ട്. നമ്മളെല്ലാവരും സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിനൊരു മഞ്ഞപ്പായിരിക്കും, പച്ചപ്പ് കുറവാണ്. അതെന്താണെന്ന് നോക്കാം. അതിനുള്ള വളമാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ ഈ സൂര്യപ്രകാശം കൂടുതലായിട്ട് കിട്ടുന്ന സ്ഥലങ്ങളിൽ പേൾ ഗ്രാസ് ഒരു മഞ്ഞപ്പായിരിക്കും, അതിൻ്റെ വളക്കൂർ പെട്ടെന്ന് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് ഒരു മഞ്ഞ കളറായി മാറും. പിന്നെ വെയിലിൻ്റെ ആ പ്രകാശം കൂടുതൽ വരുമ്പോൾ അതിന് മഞ്ഞയായിട്ട് വരുന്നതാണ്. അതാണ് ആ മഞ്ഞപ്പ് വരുന്നത്. അപ്പോൾ അതിനുള്ള വളങ്ങൾ നമ്മൾ ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ എന്നും നല്ല പച്ചപ്പായിട്ട് ഗ്രീൻ കളറായിട്ട് നിൽക്കും. അത് എല്ലാത്തിനും ആ വളം എല്ലാത്തിനും നല്ലത് തന്നെയാണ്. ഏത് വളമായിക്കോട്ടെ, അത് വളം നമ്മൾ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല കളറായിട്ട് കിട്ടും. അപ്പോൾ അത് ഒരു വീട്ടിൽ ഗാർഡൻ ചെയ്തതാണ്, ഗാർഡൻ സെറ്റ് ചെയ്തതാണ്. അപ്പോൾ ചെയ്തിപ്പോൾ ഒരു 5-6 മാസത്തോളമായി. അപ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് വർക്കൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. നമ്മളെങ്ങനെ മെയിൻ്റനൻസ് വർക്ക് നന്നായിട്ട് പോകുന്നോ അത്രയും നല്ല ഭംഗിയുണ്ടാവും ഗാർഡൻ കാണാൻ. ഇവിടെ ഇപ്പം ചെയ്തത് നല്ല പച്ചപ്പായിരുന്നു, പക്ഷേ നല്ല വെയിലുള്ള ഒരു സ്ഥലമാണിത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്, വെയിൽ കൂടുതലായതുകൊണ്ട് ആ പുല്ലിൻ്റെ കളറൊക്കെ അങ്ങ് പോയി. അപ്പം അതിന് വേണ്ടിയിട്ട് വളം ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ബാക്കിയെല്ലാം ചെടികളും നല്ല നന്നായിട്ട് വരുന്നുണ്ട്. കണ്ടോ, ഒരു പച്ചപ്പ് കുറവല്ലേ, അപ്പോൾ അതിനുള്ള വഴിയാണ് ചെയ്തത്. ഇപ്പോൾ ഇത് പച്ചപ്പായിട്ട് ഇതിൻ്റെ വീഡിയോ വീണ്ടും ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും കേട്ടോ, നല്ല അടിപൊളിയായിട്ട്. ഇപ്പോൾ ഇത് സ്വയം എല്ലാവരും ഒരു മടുപ്പ് വരുന്നുണ്ട്, പച്ചപ്പാണ്ടിയിട്ടാണ് നമ്മൾ വീട്ടിൽ ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇത് പലർക്കും അറിയില്ല എന്താണ് ഈ പച്ചപ്പാന്ന്. പുല്ലിൻ്റെ മോശമാണെന്ന് പറയുന്നത്. പുല്ലിൻ്റെ മോശമല്ല ഇത്, പിന്നെ സൂര്യൻ കൂടുതൽ നിൽക്കുന്നിടത്ത് വെളിച്ചം കൂടുതൽ കിട്ടുന്ന സമയത്ത്, ചൂടുള്ള സമയത്ത് വരുന്നതാണ്. പിന്നെ ഇവിടെയൊക്കെ ഗാർഡൻ സെറ്റാണ്, നല്ല കാട്ടുകൂടി പോകുന്നതിനോട്ടില്ലേ ഗാർഡൻ, നല്ല ഭംഗിയില്ലേ. അപ്പോൾ അതുപോലെയൊക്കെ സെറ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം. ഗാർഡൻ നല്ല അടിപൊളിയായിട്ട് സെറ്റ് ചെയ്ത് തരും. ചെറിയ ചിലവേ ഉള്ളൂ. നമ്മളൊന്നും വലിയ വലിയ പ്ലാന്റുകളൊന്നും വാങ്ങിക്കൊണ്ടാക്കണ്ട. ഫംഗ്ഷനും കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ചെറിയ പ്ലാന്റുകൾ കൊണ്ടാക്കുക, അത് പെട്ടെന്ന് വലുതാവും. ഇത് നല്ലൊരു മരങ്ങൾ വെച്ചാണ്ടോ, നല്ല മഞ്ഞ ഇലയുള്ളത് അടിപൊളിയല്ലേ. അപ്പോൾ നിങ്ങൾക്കും ഈ ആഗ്രഹം ഉണ്ടെങ്കിൽ നല്ല ചെറിയ ചിലവിൽ നമ്മൾ പേൾ ഗ്രാസ് നട്ട് പൊടിപ്പിച്ച് തരും. ഷീറ്റ് വിരിക്കേണ്ട, ഷീറ്റ് വിരിക്കുമ്പോൾ ഒരുപാട് പൈസ വരും. അപ്പം നമ്മൾ നട്ട് പൊടിപ്പിച്ച് കൊടുക്കുന്നുണ്ട്. 1 മാസം കൊണ്ട് ഷീറ്റാക്കി തന്നെ മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ താല്പര്യമുള്ളവർ എൻ്റെ നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട്, ഇതിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഗാർഡൻ എത്രയും നല്ല രീതിയിൽ നമുക്ക് ഭംഗിയായി കാണിക്കേണ്ടത് നമ്മുടെ മെയിൻ്റനൻസ് ആണ് ഏറ്റവും ഉദാഹരണം. നമ്മൾ എങ്ങനെ വൃത്തിയായി കൊണ്ട് നടക്കുന്നോ അതുപോലെ ഇരിക്കും നമ്മുടെ ഗാർഡൻ്റെ ഭംഗിയും. ചിലപ്പോൾ പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാണ് ചില ആൾ ഗാർഡനിലേക്ക് നീങ്ങാം. അപ്പോൾ അതിൽ കുറേ ചണ്ടികളും കാര്യങ്ങളൊക്കെ വീട് വൃത്തികേടായിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ വിടാതെ നമ്മൾ ദിവസവും നമ്മുടെ മുറ്റം എങ്ങനെ നോക്കി നടന്നു അതുപോലെ തന്നെ ഗാർഡനിൽ പോയിട്ട് ക്ലീൻ ആക്കിയാൽ എന്നും നല്ല ഭംഗിയായിട്ട് നിൽക്കും. ഇവിടെയൊക്കെ നമ്മൾ മാസത്തിൽ 2 മാസം കൂടുമ്പോൾ മെയിൻ്റെയിൻ വർക്ക് ചെയ്യുകയാണ്. പക്ഷേ അത് വീട്ടുകാർ കൂടി നല്ല രീതിയിൽ നോക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഇവിടെ എന്നും നല്ല ക്ലീനാണ്. അപ്പോൾ അതേ രീതിയിൽ നോക്കും എല്ലാവരും. അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഗാർഡൻ സെറ്റ് ചെയ്യാൻ നോക്കുക. എന്നാൽ എന്നും ഗാർഡനോട് മടുപ്പുണ്ടാവില്ല. ചില ആൾ ഒരാവശ്യത്തിൽ മാത്രം ഗാർഡൻ ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതിൽ എന്തുണ്ടാവും, ആ സമയത്ത് മാത്രമേ അതിൻ്റെ ഇൻട്രസ്റ്റ് ഉണ്ടാവും. പിന്നെ അതങ്ങ് പോകും. പിന്നെ ഗാർഡനിൽ കയറാനേ തോന്നില്ല. പിന്നെ കള വന്ന് കള പൊടിച്ച് അത് പറിച്ചെടുക്കണം, ആളെ വിളിക്കണം. അപ്പോൾ പിന്നെ മെയിൻ്റനൻസിന് പൈസ കൂടി, പുറത്തുനിന്ന് ആളെ വിളിക്കും. ഇതൊന്നും വേണ്ട, നമ്മൾ സ്വന്തം ചെയ്യാൻ മാത്രമേ ഉള്ളൂ. നമ്മുടെ വീട്ടുമുറ്റത്തുള്ള നമ്മൾ തന്നെ സ്വന്തം എടുത്ത് മാറ്റുക, ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഗാർഡൻ സൂപ്പറാവും. അപ്പോൾ ഗാർഡൻ ചെയ്യാൻ ഉള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക, വിളിക്കുക. നമ്മൾ ചെയ്യുന്ന വർക്ക് നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകും. അത് എത്ര ദൂരമായാലും കുഴപ്പമില്ല, നമ്മൾ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോവുകയാണ് നമ്മുടെ പതിവ്. അപ്പോൾ നല്ല വൃത്തിയായി ഉത്തരവാദിത്തത്തോടു കൂടി ചെയ്യേണ്ടിയിട്ടുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. നമ്മുടെ പ്ലേസ് കുറ്റിയാടി നാദാപുരം ഏരിയ ആണ് വരുന്നത്. നാദാപുരം ഏരിയ കോഴിക്കോട് ജില്ലയിൽ എവിടെ പോയാലും നമ്മൾ അത് ചെയ്യും. ജില്ലക്ക് പുറത്തും ഭാഗത്തും നമുക്ക് ചെയ്യാം. എന്തെങ്കിലും നമ്മുടെ വാട്സപ്പ് നമ്പറാണ്, അതിൽ കോൺടാക്റ്റ് ചെയ്താൽ മതി. അപ്പോൾ ഓക്കെ, നല്ല വീഡിയോയുമായി അടുത്തെത്തും. ഓക്കെ.